പങ്കുവെക്കും. ആദ്യം ചന്ദ്രകാന്തിലേക്ക് ഒന്ന് പോകണം. ചന്ദ്രകാന്ത്, വിജയുടെ സ്പേസ് ഇപ്പോഴത്തെ തമിഴക രാഷ്ട്രീയത്തിൽ അത് വളരെ പ്രധാനമാണല്ലോ. കാരണം ഈ AIDMKയുടെ അവസ്ഥ നമുക്കറിയാം. അവർ പല ഘടകങ്ങളായി വിഘടിച്ചു പോയി. ഇപ്പോൾ അണികളൊക്കെ പല വഴിക്കാണ്, പല പാർട്ടികളാണ്. DMKയുടെ അപ്രമാദിത്വമാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അടുത്ത് കടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. എന്താണ് എതിരാളികളില്ലാത്ത താരമായി സ്റ്റാലിൻ വാഴുന്ന സ്ഥലത്ത് വിജയ്ക്ക് എന്ത് സ്പേസ്? മറ്റു പല രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഇറങ്ങി പരാജയപ്പെട്ട ഇടത്ത് വിജയ്ക്ക് എന്ത് സ്പേസ് എന്നുള്ളതാണല്ലോ പ്രധാനമായും നമ്മൾ കാണേണ്ടത്. രഞ്ജിത്ത്, ഇത് തമിഴക രാഷ്ട്രീയം കഴിഞ്ഞ ഒരു 60-70 കൊല്ലം എടുത്താൽ നമുക്കറിയാം. അത് ഓരോ പേഴ്സണാലിറ്റി, അതായത് ആ വ്യക്തിത്വത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അത് നമ്മൾ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെയും പെരിയവരാണെങ്കിലും അണ്ണാദുരൈയാണെങ്കിലും MGR ആണെങ്കിലും കരുണാനിധി ആണെങ്കിലും ജയലളിത, ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാലിൻ എത്തി നിൽക്കുന്ന ഈ ഒരു പേഴ്സണാലിറ്റിയുടെ പേരിലുള്ള ആ കരിസ്മയുടെ പേരിലുള്ള ഒരു വലിയ ഫോളോയിങ് അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലതുപോലെ വിജയിച്ചത് ഇവർക്കെല്ലാവർക്കും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സിനിമാ ബന്ധം ഉണ്ടായിരുന്നെങ്കിലും നടൻ എന്ന നിലയിൽ MGR വലിയ വിജയമായിരുന്നു. മാത്രമല്ല അദ്ദേഹം വന്നു, അദ്ദേഹമാണ് താരരാഷ്ട്രീയം എന്ന നിലയിലേക്ക് നമുക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വലിയ വിജയം ഉണ്ടായത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ മാത്രമല്ല അതിനുശേഷം വന്ന ജയലളിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ താരരാഷ്ട്രീയത്തിൻ്റെ പിൻഗാമി ആകേണ്ടിയിരുന്നത് MGRൻ്റെ ഭാര്യ ജാനകി രാമേന്ദ്രനാണ്. പക്ഷേ ശരിക്കുമുള്ള ആ കരിസ്മയുടെ പേരിലും ആ താര നിലവാരത്തിൻ്റെ പേരിലും ജയലളിതയാണ് പിന്നീട് അതിൻ്റെ സ്പേസ് കൈയടക്കിയത്. ഒരുപക്ഷെ MGRനേക്കാൾ വലിയ രീതിയിൽ രാഷ്ട്രീയം ഫൈറ്റ് ചെയ്തിട്ട് MGRന് ഒരിക്കലും രാഷ്ട്രീയം ഫൈറ്റ് ചെയ്തിട്ട് വന്നെന്ന് കരുതുന്നില്ല. കാരണം വലിയ രീതിയിലുള്ള താര ആരാധന അദ്ദേഹത്തിന്, അല്ലെങ്കിൽ താര പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ സഹായിക്കുകയും അങ്ങനെയാണ് ജയലളിത സഹായിക്കുകയും ജയലളിത ഒരു നല്ല രാഷ്ട്രീയത്തിൻ്റെ ഉടമയായിട്ട് വന്ന് രാഷ്ട്രീയ പോരിൽ അവർ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ മുന്നുള്ളവരുടെ എല്ലാം ഒരു കരിസ്മയുടെ ഭാഗമാണ് ഇപ്പോൾ സ്റ്റാലിൻ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാനിധിയുടെ ഒരു കരിസ്മയുടെ ഒരു 4-1 മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ഇത്രയും നാളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലനിന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ കരിസ്മ തന്നെ ഉണ്ട്. എന്നാൽ ഇനി അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ യുവത്വത്തിൻ്റെ മത്സരം തന്നെയാണുള്ളത്. അവിടെ ദയാനിധി മാരനാണ് തീർച്ചയായിട്ടും DMKയുടെ അടുത്ത പ്രതിനിധിയായിട്ട് വരുന്നത്. ഒപ്പം തന്നെ നമുക്കൊരു ലീഡർ എന്ന നിലയിൽ പറയാൻ പറ്റുന്നത് BJPയുടെ അണ്ണാമലയാണ്. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല വിജയ്ക്ക് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള ആരാധകരുടെ പിന്തുണയുള്ള ഒരു നടൻ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലോഞ്ചിന് വളരെയധികം സഹായിക്കും എന്നുള്ളത് മാത്രമല്ല, നേരത്തെ ഇപ്പം ഇതിനേക്കാട്ടിലും വലിയ താരങ്ങളായിരുന്ന വിജയകാന്തൊക്കെ ആ കാലത്ത് വന്നിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു. പക്ഷേ അന്നൊക്കെ കരുണാനിധിയും ജയലളിതയും എന്നുള്ള 2 ധ്രുവങ്ങൾക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ AIDMKയുടെ ഒരു നേതൃത്വ രാഹിത്യമുണ്ട്. ഇതുപോലെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ AIDMKയിലേക്ക് വരുന്നില്ല. അവിടെയും നടൻ അജിത്തിൻ്റെ പേരൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ഒരിക്കലും അതിലേക്ക് വരില്ല എന്ന് തന്നെ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരെ വെച്ചുകൊണ്ട് ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുക എന്നുള്ളത് AIDMKയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദയാനിധി മാരൻ ഒരു നടനും കൂടിയാണ്. ഒപ്പം തന്നെ തൻ്റെ തലമുറകളായ രാഷ്ട്രീയത്തിലുള്ള പരിചയമുണ്ട്. അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഇതിനെതിരായിട്ട് വരുന്ന ആളാണ് വിജയ് എന്നുള്ളതുകൊണ്ട് തന്നെ വിജയ്ക്ക് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ അതിന് ചില ക്ലോസുകളുണ്ട്. അതാണ് പ്രധാനം. അതായത് തമിഴകത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് നമുക്കറിയാം, കമൽഹാസന് പോലും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സൂപ്പർ താരമായിട്ടും രജനീകാന്തിനൊപ്പം വാഴ്ത്തപ്പെട്ട ഒരു താരമായിട്ടും കമൽഹാസന് പോലും പരാജയപ്പെടേണ്ടി വന്നൊരു ഫീൽഡാണ് രാഷ്ട്രീയം എന്നുള്ളതാണ്. അവിടെ വിജയകാന്ത് ഒരു 10% വോട്ടൊക്കെ പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു. അതിന് നിരവധി കാരണങ്ങളുണ്ടായിരിക്കാം. അവിടേക്കാണ് പ്രധാനമായും ഈ ദ്രാവിഡ പാർട്ടികൾക്ക് വേരുറപ്പുള്ള AIDMKയ്ക്കും DMKയ്ക്കും വേറുറപ്പുള്ള ഒരു മണ്ണിലേക്കാണ് വിജയുടെ ഒരു സ്റ്റൈൽ എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള ഒരു മണ്ണിൽ BJPക്ക് ഇത്രയധികം പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും ക്ലച്ച് പിടിക്കാതെ പോയ മണ്ണിൽ തമിഴ് മാനില കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചു വന്ന് നിരവധി ശ്രമങ്ങൾ നടത്തിയ ഒരു മണ്ണിലാണ് വിജയ് വളരെ പെട്ടെന്ന്. വിജയുടെ ഒരു ആകത്തുക ഗുണമെന്ന് പറയുന്നത് വല്ലാത്തൊരു ഫാൻ ബേസ് ആയിരിക്കും അല്ലേ ചന്ദ്രകാന്ത്?
അതുതന്നെ വിജയുടെ ആരാധകർ കഴിഞ്ഞ ഏതാണ്ട് 30 വർഷത്തോളമായി വിജയ് വളർത്തിയെടുത്ത ആരാധകരുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കിട്ടുന്ന ജനപ്രീതി അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം രജനീകാന്ത് ഇപ്പോഴും തമിഴകത്തെ ഒരുപക്ഷെ വിജയേക്കാളിലും വലിയ താരമായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ ധീരമായ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടിയാണ്. ഇവിടെ ഒരു പാരലായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ MGR തന്നെയാണ്. വിജയ്ക്ക് ഇപ്പോൾ 50 വയസ്സായി. MGR രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് ഇലക്ഷന് ആദ്യം മത്സരിക്കുന്നത് 50 വയസ്സിലാണ്. 10 വർഷം കഴിഞ്ഞു അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ. 67 വന്നു, ഇലക്ഷൻ വന്നു, അപ്പോൾ അദ്ദേഹത്തിന് വെടിയേക്കുന്നു, അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജനപ്രീതി ഉണ്ടാകുന്നു. വലിയ ജനപ്രീതി ഉണ്ടായി നിയമസഭയിലേക്ക് DMKയുടെ ആളായിട്ട് ജയിക്കുന്നു. പിന്നീട് DMK വിടുന്നു, സ്വന്തമായ പാർട്ടി ഉണ്ടാക്കുന്നു. അതിനേക്കാൾ വലിയ ജനപ്രീതി ഉണ്ടായി 1977 അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 67 വയസ്സാണ്. അതുകൊണ്ട് തന്നെ വിജയ് കഴിഞ്ഞ 30 വർഷം ആയിട്ട് ഇവിടെ 30 വർഷത്തിന് മേലെയായി സിനിമ വന്നിട്ട്, പക്ഷേ 30 വർഷമായിട്ടുണ്ടാക്കിയെടുത്ത സ്റ്റാർഡമുണ്ട്. ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ്. അത് വേറെ ആർക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന ആളാണ്. പക്ഷേ ഈ പ്രായം ഇനി അദ്ദേഹത്തിന് ഏതൊക്കെ റോളാണ് വരാനുള്ളത്? തമിഴ് സിനിമയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന റോളുകൾ എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളാണ് വിജയ്. സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. എന്തായാലും അടുത്ത 2 വർഷത്തിനകത്താണ് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതെ, അതിനൊരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിനുള്ള ഘടകങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് അദ്ദേഹത്തിനുള്ള വെല്ലുവിളി. അതിന് സമയമുണ്ട്, 2 വർഷം സമയമുണ്ട് എന്ന് കരുതാം. നേരത്തെ മുതൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും സോങ്ങും ഒക്കെ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് സമയം ഇന്നാണെങ്കിൽ പോലും അതിന് മുൻപ് തന്നെ ഇതിന്റെ പ്രവർത്തനം അദ്ദേഹം നടത്തി കഴിഞ്ഞു. ശ്രീ രാധാകൃഷ്ണൻ